ദിവസങ്ങളിലായി നടന്നുവന്ന ഒമാൻ അന്താരാഷ്ട്ര ആരോഗ്യ പ്രദർശനത്തിന് സമാപനം. കേരളത്തിൽ നിന്ന് നിരവധി ആശുപത്രികളും ആരോഗ്യ വിദഗ്ധരും മേളയിൽ പങ്കെടുത്തു. ആരോഗ്യരംഗത്തെ വെല്ലുവിളികൾ സമ്മേളനം വിശദമായി ചർച്ച ചെയ്തു. ഒമാൻ ആരോഗ്യ മന്ത്രാലയമാണ് കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ 3 ദിവസത്തെ മേള ഒരുക്കിയത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 160 പ്രദർശകർ ഇത്തവണ പങ്കെടുത്തു. കേരളത്തിൽ നിന്നും നിരവധി ആശുപത്രികളും ആരോഗ്യ വിദഗ്ധരും മേളയ്ക്കെത്തി. 8,000-ലധികം ആളുകളാണ് 3 ദിവസത്തെ മേള കാണാനെത്തിയത്. ഒമാൻ ആരോഗ്യ മന്ത്രാലയം ഡയറക്ടർ ജനറൽ ഓഫ് പ്രൈവറ്റ് ഹെൽത്ത് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പിന്തുണയോടെയായിരുന്നു പരിപാടി. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് സംഘടിപ്പിക്കുന്ന ഒമാൻ ഹെൽത്ത് എക്സ്പോ ആൻഡ് കോൺഫറൻസ് 2024 മസ്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസത്തെ പ്രോഗ്രാമാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രസിദ്ധമായ ഹോസ്പിറ്റലുകൾ ഇവിടെയുണ്ട്. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഫുട്ഫോൾ വന്നിട്ടുണ്ട്. ഒരുപാട് വിസിറ്റേഴ്സ് വന്നു. അതിൽ പ്രത്യേകിച്ച് ഒമാനി പേഷ്യൻസ് ആണ് നമ്മൾ കുറെ എൻക്വയറീസ് വന്നിരിക്കുന്നത്. ആരോഗ്യ മേഖലയിലെ വെല്ലുവിളികളും പുതിയ സാങ്കേതിക വിദ്യയും സമ്മേളനം ഫലപ്രദമായി ചർച്ച ചെയ്തു. ഇന്ത്യൻ പവലിയൻ അംബാസഡർ അമിത് നാരംഗാണ് ഉദ്ഘാടനം ചെയ്തത്. 3 ദിവസങ്ങളിലായി 12 ആരോഗ്യ സമ്മേളനങ്ങളും പ്രദർശനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള 300 ആരോഗ്യ വിദഗ്ധർ സെഷനുകളിൽ സംസാരിച്ചു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.